രാവിലെ തന്നെ ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? അപ്പം നമുക്കൊരു യാത്ര പോകാം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ GB സ്റ്റോറീസ്. അപ്പം നമ്മളിന്ന് വോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇന്ന് എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മളൊരിത്തിരി ലേറ്റായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. എറണാകുളം ടു പത്തനംതിട്ട ഡിസ്ട്രിക്ട്, ദെൻ പത്തനംതിട്ട ടു ആലപ്പുഴ ഡിസ്ട്രിക്ട്. അങ്ങനെ എനിക്കും ഏട്ടനും വോട്ട് 2 സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതുവരെ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ഒരു ദിവസം വോട്ട് ചെയ്യാത്തത് കൊണ്ടും ഇത്തവണ എന്തായാലും വോട്ട് ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഒരു 1 ഡേ ട്രിപ്പ് എന്ന രീതിയിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എറണാകുളത്തു നിന്നും ആലപ്പുഴ എത്തി. ആലപ്പുഴയിൽ നിന്ന് നമ്മൾ AC റോഡാണ് പിടിച്ചിരിക്കുന്നത്. നമ്മൾ ചങ്ങനാശ്ശേരി വഴി പന്തളം, ഏട്ടന് പന്തളത്താണ് ഇത്തവണ വോട്ടുള്ളത്. അപ്പം അവിടെ ചെന്ന് വോട്ട് ചെയ്തതിന് ശേഷം പിന്നീട് എൻ്റെ സ്ഥലത്തേക്ക്, അതായത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്, പക്ഷേ പന്തളത്തു നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇതെല്ലാം ബോർഡേഴ്സായിട്ട് കിടക്കുന്നുണ്ടാണ് കേട്ടോ, ഓരോരോ ജില്ല ആയിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പം അവിടെയും പോയി വോട്ട് ചെയ്ത ശേഷം രാത്രി തന്നെ തിരിച്ചു വരും. തിരുവല്ലയൊക്കെ കണ്ടിട്ട് എത്ര നാളായെന്നറിയാമോ? ചങ്ങനാശ്ശേരി വഴിയുള്ള യാത്രയും കുറേ കാലത്തിന് ശേഷമുള്ളതാണ്. AC റോഡ്, ഫ്ലൈ ഓവറൊക്കെ വന്നു, റോഡൊക്കെ കുറേ പൊക്കി, അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. ഇവിടെയായിരുന്നു ഏട്ടന് വോട്ടുണ്ടായിരുന്നത്. ഏട്ടൻ്റെ വോട്ടൊക്കെ കഴിഞ്ഞു, വോട്ടിന് പോയി. വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഞാൻ പറയത്തില്ല ആർക്കാ വോട്ട് ചെയ്തത്. പറയണ്ട. കാശി പറയോ? ഇല്ല. കാശിക്ക് വോട്ട് ചെയ്തോ? ഇല്ലേ? പോയില്ല. പക്ഷെ കയ്യിൽ തന്നെ മഷി ഉണ്ടല്ലോ. ആണോ? ഓക്കെ. ഏട്ടൻ്റെ വോട്ടിങ് കഴിഞ്ഞ ശേഷം പോയത് പിന്നീട് എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനും അമ്മയും കൂടെ പോയിട്ടാണ് വോട്ട് ചെയ്തത്. ഒരു 5 o'clock ആയിട്ടുണ്ടാവും. അതൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു നമ്മൾ പോയി വോട്ട് ചെയ്തപ്പോഴത്തേന്. അങ്ങനെ എല്ലാവർക്കും വോട്ടൊക്കെ കൊടുത്തു. അതിനുശേഷം വീട്ടിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. രാത്രി തന്നെ തിരിച്ച് എറണാകുളത്തെത്തി. ശരിക്കും പറഞ്ഞൊരു 1 ഡേ ട്രിപ്പ് ആയിരുന്നെങ്കിലും ഭയങ്കര ടയറിങ് ആയിരുന്നു. കുഞ്ഞ് ശരിക്കും ക്ഷീണിച്ചു പോയി. അങ്ങനെ ഒരു വോട്ടിന് വേണ്ടിയുള്ള യാത്ര.